ബീഫ് കൊണ്ടുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ഫ്രഷ് ബീഫ് കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ ഒരു കറി തന്നെ തയ്യാറാക്കാവുന്ന. ബീഫ് അതിനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴേ അതിൽ കുറച്ച് നെയ്യും എല്ലൊക്കെ ഇടുകയാണെങ്കിൽ അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ അരിഞ്ഞെടുത്ത ബീഫ് നമുക്ക് കഴുകി വാരിയതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കപ്പ് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഉള്ളി ചതച്ചെടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് അരിഞ്ഞെടുക്കുന്നതിലും. പിന്നെ ഞാനേ കാസ്റ്റ് അയണിൻ്റെ ഇരുമ്പ് പാത്രത്തിലാണ് കേട്ടോ ഈ കറി തയ്യാറാക്കുന്നത്. വിറകടുപ്പുള്ളവർ ചട്ടിയിലോ അതുപോലെ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലോ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി പാത്രത്തിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ചതച്ച ഉള്ളിയും ഒരിടത്തരം സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. ആ സ്പൂണിൽ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പഴുത്ത തക്കാളിയും ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇത് തിരുമ്മി കൊടുക്കാം കേട്ടോ. ഈ തിരുമ്മിനുകൊണ്ട് ഒരു ടേസ്റ്റ്. ഈ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നവരെയും ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അടുപ്പിൽ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളം ഞാൻ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കുന്നില്ല. കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു 1/4 വേവാകുമ്പോഴത്തേക്ക് വേറൊരു പാനിലേക്ക് 1 സ്പൂണ് മല്ലിയും 1/2 സ്പൂണ് വലിയ ജീരകവും 6 കാശ്മീരി മുളകും എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു സംശയമാണ് കാശ്മീരി മുളകും പിരിയം മുളകും എരിവുമുള്ള മുളകൊക്കെ എങ്ങനെയാണെന്ന്. ഇതാണ് കാശ്മീരി മുളക്, ഇത് പിരിയം മുളക്, ഇത് എരിവുള്ള മുളക്. ഇപ്പോൾ പിരിയം മുളക് എരിവുള്ള മുളകും നമ്മൾ ചേർക്കുന്നില്ല. ബാക്കി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത മസാലയിൽ നിന്ന് 1 സ്പൂൺ മസാല നമ്മൾ 1/4 വേവായ ഇറച്ചിക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഒരു 20 മിനിറ്റ് കൂടി നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങ ഗോൾഡൻ കളറാകുന്നവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കി മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി വറുത്തെടുത്ത തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് പള്ളിക്കറി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെ മാസലാമ ബാ.